കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹം അസകൃത് കൃഷ്ണായ ദത്തം മനഃ കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ ഭക്തി അചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാ ത്വച്ചരണാംഭോജേ രതിസ്യാൽ അനപായിനി. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, ഏവർക്കും സാദര നമസ്കാരം. ശ്രീധരീയം ഭാഗവത പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാഗവത പഠനത്തിൽ ഇന്ന് പാഠം 291 ആണ് പഠിക്കുന്നത്. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 5-ാം അധ്യായത്തിലെ കഥാഭാഗങ്ങളാണ് പഠിക്കുന്നത്. ശ്രദ്ധയോടുകൂടി പഠിക്കാം. നമസ്കാരം. അഥ പഞ്ചമോധ്യായ. നാരദ ഉവാച ദേവദേവ നമസ്തേസ്തു ഭൂതഭാവന പൂർവജ തദ്വിജാനീഹി യജ്ഞാനം ആത്മതത്വനിദർശനം. ദേവദേവ നമസ്തേസ്തു ഭൂതഭാവന പൂർവജ തദ്വിജാനീഹി യജ്ഞാനമാത്മതത്വനിദർശനം. യദ്രൂപം യദധിഷ്ഠാനം യദസൃഷ്ടമിദം പ്രഭോ യൽസംസ്ഥം യത്പരം യച്ഛ തത്തത്വം വദ തത്വദാ. സർവം ഹ്യേതദ്ഭവൻ വേദ ഭൂതഭവ്യഭവൽ പ്രഭു കരാമലഗവത് വിശ്വം വിജ്ഞാനാവസിതം തവ. യദ്വിജ്ഞാനോ യദാധാരോ യൽപരസ്ത്വം യദാത്മക ഏകസൃജസി ഭൂതാനി ഭൂതൈരേവാത്മമായയാ. ആത്മൻ ഭാവയസേ താനി ന പരാഭാവയൻ സ്വയം. ആത്മശക്തിം അവഷ്ടഭ്യ ഊർണനാഭിരിവാക്ലമ. നാഹം വേദ പരം ഹ്യസ്മിൻ നാപരം ന സമം വിഭോ. നാമരൂപഗുണൈർഭാവ്യം സദസത് കിഞ്ചിദന്യതഃ. സ ഭവാനചരദ്ഘോരം യത്തപസ്സു സമാഹിത. തേന ഖേദയസേ നസ്ത്വം പരാശങ്കാം പ്രയച്ഛസി. ഏതന്മേ പൃച്ഛതഃ സർവം സർവജ്ഞ സകലേശ്വര. വിജാനീഹി യഥൈവേദമഹം ബുദ്ധ്യേനുശാസിത. ബ്രഹ്മോവാച സമ്യക് കാരുണികസ്യേദം വത്സത്തെ വിചികിത്സിതം. യദഹം ചോദിതഃ സൗമ്യ ഭഗവദ്വീര്യദർശനേ. നാമൃതം തവ തച്ഛാപി യഥാ മാം പ്രബ്രവീഷി ഭോഃ. അവിജ്ഞായ പരം മത്ത ഏതാവത്വം യതോഹി മേ.
യേന സ്വരോജിഷാ വിശ്വം രോചിതം രോചയാമ്യഹം യഥാർക്കോഗ്നിർ യഥാ സോമോ യഥർക്ഷഗ്രഹതാരകാഃ തസ്മൈ നമോ ഭഗവതേ വാസുദേവായ ധീമഹി യന്മായയാ ദുർജയയാ മാം ബ്രുവന്തി ജഗൽഗുരും വിലജ്ജമാനയാ യസ്യ സ്ഥാതുമീക്ഷാപധേമുയാ വിമോഹിതാ വികഥന്തെ മമാഹമിതി ദുർധിയ ദ്രവ്യം കർമ്മ ച കാലശ്ച സ്വഭാവോ ജീവ ഏവ ച വാസുദേവാൽ പരോ ബ്രഹ്മൻ ന ചാന്യോർത്ഥോസ്തി തത്വത നാരായണ പരാ വേദ ദേവാ നാരായണാംഗജാഃ നാരായണ പരാ ലോക നാരായണ പരാമഖാഃ നാരായണ പരോ യോഗോ നാരായണ പരം തപഃ നാരായണ പരം ജ്ഞാനം നാരായണ പരാഗതിഃ തസ്യാപി ദ്രഷ്ടുരീശസ്യ കൂടസ്ഥസ്യാഖിലാത്മന സൃജ്യം സൃജാമി സൃഷ്ടോഹം ഈക്ഷയൈവാഭിചോദിത സത്വം രജസ്തമൈതി നിർഗുണസ്യ ഗുണാസ്ത്രയ സ്ഥിതി സർഗനിരോധേഷു ഗൃഹീത മായയാ വിഭോഃ കാര്യകാരണകർത്തൃത്വേ ദ്രവ്യജ്ഞാനക്രിയാശ്രയാഃ ബധ്നന്തി നിത്യദാ മുക്തം മായിനം പുരുഷം ഗുണാഃ സ ഏഷ ഭഗവാൻ ലിംഗൈഃ ത്രിഭിരേഭിരഥോക്ഷജഃ സ്വലക്ഷിതഗതിർബ്രഹ്മൻ സർവേഷാം മമചേശ്വര കാലം കർമ്മ സ്വഭാവം ച മായേശോ മായയാ സ്വയാ ആത്മന്യദൃച്ഛയാ പ്രാപ്തം വിബുഭൂഷുരുപാദതേ കാലാത് ഗുണവ്യധികര പരിണാമസ്വഭാവത കർമ്മണോ ജന്മമഹത പുരുഷാധിഷ്ഠിതാദഭൂൽ. പഠനത്തിൽ ദ്വിതീയ സ്കന്ധത്തിലെ 5-ാം അധ്യായമാണ് ഇവിടെ ആരംഭിക്കുന്നത്. ചില സാങ്കേതിക പ്രയാസങ്ങൾ കൊണ്ട് ഇടയിൽ ഒരു ഇടവേള ഉണ്ടായി. അതോടൊപ്പം രാമായണ മാസത്തിലെ 32 ഭാഗങ്ങളായുള്ള രാമായണവും ലോകം മുഴുവനും എത്തിക്കേണ്ടതായിട്ട് വന്നു. അഞ്ചാം അധ്യായത്തിലെ 1 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് ശ്രദ്ധയോടുകൂടി പഠിക്കാം. നാരദ ഉവാച ദേവദേവ നമസ്തേസ്തു ഭൂതഭാവന പൂർവജ തദ്വിജാനീഹി യജ്ഞാനം ആത്മതത്വനിദർശനം. ഭൂതഭാവന പ്രാണികളെ വർദ്ധിപ്പിക്കുന്നവനെ, പൂർവജ ആദിയിൽ ജനിച്ച ദേവ, ആത്മതത്വനിദർശനം ആത്മതത്വത്തെ പ്രദർശിപ്പിക്കുന്നതായ യജ്ഞാനം യാതൊരു ജ്ഞാനമോ തത് അതിനെ വിജാനീഹി വിശേഷമായി അറിയിക്കണം. നാരദൻ ചോദിക്കുന്നു. വേദഗർഭനായ ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞുവെന്ന് പൂർവ അധ്യായത്തിൽ സൂചിപ്പിച്ച ആ സംഗതിയെ ഈ അധ്യായത്തിൽ വിവരിച്ചു പറയുന്നു. നാരദമുനിയുടെ ചോദ്യം പ്രാണിവർഗങ്ങളെ സൃഷ്ടിക്കുന്നവനും
എപ്പോൾ ജനിച്ചുവെന്ന് പറയുവാൻ പാടില്ലാത്ത വിധം അനാദിയും ദേവന്മാർക്കും ദേവനുമായിരിക്കുന്ന ഹേ ബ്രഹ്മദേവ, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. ആത്മസ്വരൂപത്തെ വ്യക്തമായിട്ട് അറിയുവാൻ സാധനഭൂതമായിരിക്കുന്ന ജ്ഞാനം യാതൊന്നാണോ അതിനെ എനിക്ക് ഉപദേശിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കി തരുന്നത്. ശ്ലോകം 2. യദ്രൂപം യദധിഷ്ഠാനം യദസൃഷ്ടമിദം പ്രഭോ യൽ സംസ്ഥം യൽ പരം യച്ഛ തത്തത്വം വദ തത്വദ. പ്രഭോ, പ്രഭുവായിരിക്കുന്നവനെ, ഇതം ഇത്, യദ്രൂപം ഏതുവിധം രൂപത്തോടു കൂടിയത്, യദധിഷ്ഠാനം യാതൊന്നാകുന്ന അധിഷ്ഠാനത്തോടു കൂടിയത്, യഥാ യാതൊരുത്തനാൽ സൃഷ്ടം സൃഷ്ടിക്കപ്പെട്ടത്, എൽ സംസ്ഥം യാതൊന്നിൽ ലയത്തോടു കൂടിയത്, എൽ പരം എൽ പരം യാതൊന്നിന് അധീനമായത്, എൽ ച യാതൊന്നാകുന്ന ആത്മാവോടു കൂടിയത്, തൽ തത്വം അതിൻ്റെ തത്വത്തെ, തത്വത യഥാർത്ഥമായിട്ട്, തത്വത യഥാർത്ഥമായിട്ട് വദ പറയണം. ആത്മജ്ഞാനത്തിന് കാരണമായിരിക്കുന്നത് ഈ ലോകം തന്നെയാണെന്നുള്ള വിചാരത്തോടുകൂടെ ലോകതത്വത്തെ ആദ്യമായിട്ട് അറിയുവാൻ ആഗ്രഹിച്ച നാരദർ വീണ്ടും ചോദിക്കുന്നു, ഹേ പ്രഭു, ഈ പ്രപഞ്ചത്തെ ഈ വിധം പ്രകാശിപ്പിച്ചതാരാണ്? ഇത് ആരെ ആശ്രയിച്ചിരിക്കുന്നു? ആരാൽ സൃഷ്ടിക്കപ്പെട്ടു? ആരിൽ ലയിക്കുന്നു? ആർക്ക് സ്വാധീനമായിരിക്കുന്നു? ഇതിൻ്റെ സ്വരൂപം എന്താകുന്നു? ഇതിൻ്റെ പരമാർത്ഥത്തെ ശരിയായി അരുൾ ചെയ്യണം. ശ്ലോകം 3. സർവം ഹ്യേതത് ഭവൻ വേദ ഭൂതഭവ്യഭവൽ പ്രഭു കരാമലകവദ് വിശ്വം വിജ്ഞാനാവസിതം തവ. ഭൂതം ഭവിച്ചത്, സംഭവിച്ചത്, ഭവ്യം ഭവിക്കാൻ പോകുന്നത്, സംഭവിക്കാൻ പോകുന്നത്,
ഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിജ്ഞാനാവസിതം, വിശേഷജ്ഞാനത്താൽ നിശ്ചയിക്കപ്പെട്ടത്. ഉണ്ടായതിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനും ഉണ്ടാകുവാൻ പോകുന്നതിനും പ്രഭുവായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, ഇതിനെ മുഴുവനും അറിഞ്ഞിരിക്കുന്നു അങ്ങ്. ഈ പ്രപഞ്ചം നിന്തിരുവടിയുടെ വിശേഷജ്ഞാനത്താൽ നിർമ്മിക്കപ്പെട്ടതാകയാൽ അങ്ങയുടെ ഉള്ളംകൈയിലിരിക്കുന്ന നെല്ലിക്കായെ പോലെ തികച്ചും അറിയപ്പെട്ടതാണല്ലോ. കരാമലകവദ് വിശ്വം, ഇവിടുത്തെ പദം അതാണ്. കരാമലകവദ് വിശ്വം, ഉള്ളംകൈയിലെ നെല്ലിക്ക പോലെ. വിജ്ഞാനാവസിതം, വിശേഷജ്ഞാനത്താൽ തവ, അങ്ങയാൽ നിശ്ചയിക്കപ്പെട്ടത് എന്നർത്ഥം. ശ്ലോകം 4. യദ്വിജ്ഞാനോ യഥാധാരോ യൽപരസ്ത്വം യഥാത്മക ഏകസൃജസി ഭൂതാനി ഭൂതൈരേവാത്മമായയാ. ത്വം, നിന്തിരുവടി, യദ്വിജ്ഞാനഃ, യാതൊന്നിൽ നിന്നറിവോടുകൂടിയവൻ, യഥാധാര, യാതൊരുത്തനെ, യഥാധാര, യാതൊരുത്തനെ ആധാരമാക്കിയിരിക്കുന്നവൻ, യൽപര, ആർക്കു കീഴടങ്ങിയവൻ, യഥാത്മക, യാതൊരു സ്വരൂപമുള്ളവൻ, ഏക, ഒരുവനായിട്ട്, ആത്മമായയാ, ആത്മശക്തി കൊണ്ടുണ്ടായ, ഭൂതൈഹി ഏവ, ഭൂതങ്ങളെ കൊണ്ടുതന്നെ, ഭൂതാനി, പ്രാണികളെ, സൃജസി, സൃഷ്ടിക്കുന്നു. പ്രപഞ്ച വിഷയമായിരിക്കട്ടെ, അല്ലെങ്കിൽ പ്രപഞ്ച വിഷയം ഇരിക്കട്ടെ, ആദിയിൽ നിന്തിരുവടിയുടെ യാഥാർത്ഥ്യത്തെ തന്നെ എന്നോട് അരുൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്തിരുവടി ഈ ലോക സൃഷ്ടിക്ക് വേണ്ടുന്ന അറിവിനെ ആരിൽ നിന്ന് സമ്പാദിച്ചു? ആധാരം ആരാണ്? അങ്ങ് ആർക്ക് കീഴടങ്ങിയിരിക്കുന്നു? ഈ ചോദ്യത്തിന് കാരണം ആയിട്ടുള്ളത് അവിടുത്തെ സ്വരൂപം തന്നെയാണ് എന്നിവിടെ കാണിച്ചു തരും. ശ്ലോകം 5. ആത്മൻ ഭാവയസേതാനി ന പരാഭാവയൻ സ്വയം ആത്മശക്തിം അവഷ്ടഭ്യ ഊർണനാഭിരിവാക്ലമഃ. ഊർണനാഭി ഇവ, എട്ടുകാലിയെപ്പോലെ, അക്ലമ, ക്ലേശമില്ലാത്തവനായിട്ട്, ആത്മശക്തിയും, ആത്മാവിൻ്റെ ശക്തിയെ, അവഷ്ടഭ്യ, ആശ്രയിച്ചിട്ട്, സ്വയം, താൻ തന്നെ, ന പരാഭാവയൻ, പരാഭവം തട്ടാത്ത വിധം, താനി, അവയെ, ആത്മൻ, ആത്മാവിൽ തന്നെ, ഭാവയസേ, പരിപാലിക്കുന്നു. എട്ടുകാലി എന്ന പ്രാണി തന്നിൽ നിന്നു ജനിപ്പിച്ച ഒരുവിധം പശ കൊണ്ട് വലകെട്ടി ഉണ്ടാക്കുന്നത് പോലെ നിന്തിരുവടിയും കഷ്ടം കൂടാതെ സ്വശക്തി കൊണ്ടുണ്ടാക്കിയ ഭൂതങ്ങളെ കൊണ്ട് ലോകങ്ങളെ ജനിപ്പിച്ച ശേഷം അവർക്ക് അന്യനെ ആശ്രയിക്കുക എന്നുള്ള അവമാനത്തിനിടവരാത്ത വിധം അങ്ങയിൽ തന്നെ ഇരുത്തി പരിപാലിക്കുകയും ചെയ്യുന്നു. ശ്ലോകം 6. നാഹം വേദപരം ഹ്യസ്മിൻ നാപരം ന സമം വിഭോ നാമരൂപഗുണൈർഭാവ്യം സദസത് കിഞ്ചിദന്യതഃ.
വിഭോ, ഹേ സർവജ്ഞ, അസ്മിൻ ഇതിൽ പരം ശ്രേഷ്ഠത്തെയും അപരം നികൃഷ്ടത്തെയും സമം സമത്തെയും നാമരൂപഗുണൈഹി നാമരൂപ ഗുണങ്ങളാൽ ഭാവ്യം സാധിക്കത്തക്കതായതും സത് സത്തും അസത് അസത്തും കിഞ്ചിത് യാതൊന്നും അന്യതഃ അന്യനിൽ നിന്ന് അഹം ഞാൻ ന വേദ അറിയുന്നില്ല. ആയതുകൊണ്ട് ഹേ വിഭോ, ഈ വിശ്വത്തിൽ ഉത്തമം മധ്യമം അധമം എന്നുള്ള വ്യവഹാരത്തിന് വിഷയമായിട്ടുള്ളതും അതിലും വെച്ച് മനുഷ്യർ, ദേവൻ, പക്ഷി, മൃഗം ഇത്യാദി നാമങ്ങളും രണ്ടുകാലുള്ളവ, നാലുകാലുള്ളവ എന്നീ രൂപഭേദങ്ങളും വെളുപ്പ്, കറുപ്പ് എന്നീ നിറഭേദങ്ങളും ഇവയിൽ സാധിക്കുവാൻ കഴിയുന്നതൊക്കെയും സ്ഥൂലമായും സൂക്ഷ്മമായും കാണപ്പെടുന്നതും എല്ലാം അന്യവസ്തുവിൽ നിന്നുണ്ടായതായിട്ട് ഞാൻ അറിയുന്നില്ല. എല്ലാം നിന്തിരുവടിയിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നേ ഞാൻ അറിയുന്നുള്ളൂവെന്ന് സാരം. ശ്ലോകം 7. സ ഭവാനചരത് ഘോരം യത്തപസ്സു സമാഹിത തേന ഖേദയസേ നസ്ത്വം പരാശങ്കാം പ്രയച്ഛസി. സ ഭവാൻ, ആ നിന്തിരുവടി, സുസമാഹിത, ഏറ്റവും ഏകാഗ്രതയോടുകൂടിയവനായിട്ട്, ഘോരം കഠിനമായ തപഹ തപസ്, അചരത് യത് ആചരിച്ചുവെന്നത് യാതൊന്നോ, തേന അതിനാൽ, ന ഞങ്ങളെ, ഖേദയസേ ക്ലേശിപ്പിക്കുന്നു, ത്വം അങ്ങ്, പരാശങ്കാം അന്യശങ്കയെ, പ്രയച്ഛസി തരുന്നു. സർവപ്രപഞ്ച സ്വരൂപനാണെന്ന് ഞങ്ങൾ ധരിച്ചിരിക്കുന്ന നിന്തിരുവടി ഏറ്റവും ഏകാഗ്രചിത്തനായിട്ട് കഠിനമായ തപസ് ആചരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് മോഹം ജനിക്കുന്നു. അങ്ങയ്ക്കും ഭജിപ്പാൻ യോഗ്യനായ ഒരു അന്യദേവൻ ഉണ്ടെന്നുള്ള ശങ്കയെ ഞങ്ങൾ ജനിപ്പിക്കുന്നുവല്ലോ. ശ്ലോകം 8. ഏതന്മേ പൃച്ഛത സർവം സർവജ്ഞ സകലേശ്വര വിജാനീഹി തഥൈവേദമഹം ബുദ്ധ്യേനുശാസിതഃ. സർവജ്ഞ, എല്ലാം അറിഞ്ഞിരിക്കുന്ന സകലേശ്വര, സർവേശ്വര, ഏതൽ ഇതിനെ പൃച്ഛത ചോദ്യം ചെയ്തിരിക്കുന്ന മേ എനിക്ക്, തഥായേവ അപ്രകാരം തന്നെ, വിജാനീഹി അറിയിപ്പിച്ചാലും, അനുശാസിത അനുശാസിക്കപ്പെട്ടവനായിരിക്കുന്ന, അഹം ഞാൻ, ഇദം ഇതിനെ, യഥാ ബുദ്ധ്യേ എങ്ങനെ അറിയുമോ, എല്ലാം അറിഞ്ഞും എല്ലാറ്റിനും നാഥനുമായിരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാറ്റിനും നാഥനായുമിരിക്കുന്ന ഹേ ദേവദേവ, ഞാൻ ചോദിച്ചതായ ഈ സംഗതി അങ്ങയാൽ ഉപദേശിക്കപ്പെട്ട ഞാൻ ഏതുവിധമായാൽ നന്നായി അറിയുമോ ആ വിധം എല്ലാം എന്നെ അറിയിപ്പിക്കണമേ. ശ്ലോകം 9. ബ്രഹ്മോവാച സമ്യക് കാരുണികസ്യേദം വത്സതേ വിചികിത്സിതം യദഹം ചോദിത സൗമ്യ പരധർമ്മപ്രദർശനേ. വത്സ, ഹേ പുത്ര, കാരുണികസ്യ കരുണയോടുകൂടിയ, തേ നിന്റെ, വിചികിത്സിതം സന്ദേഹം, സമ്യക് നല്ലത്, യൽ എന്തുകൊണ്ടെന്നാൽ, സൗമ്യ സാധുശീല, അഹം ഞാൻ, പരധർമ്മപ്രദർശനേ പരമപുരുഷന്റെ ധർമ്മത്തെ പ്രദർശിപ്പിക്കുന്നതിൽ, ചോദിത
പ്രേരിപ്പിക്കപ്പെട്ടവനായി. ബ്രഹ്മാവ് പറയുന്നു, ഹേ പുത്ര, കരുണയുള്ള നിന്റെ സന്ദേഹപൂർവകമായ ഈ ചോദ്യം വളരെ ആദരിക്കത്തക്കതായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പരമപുരുഷന്റെ വീര്യത്തെ പ്രകാശിപ്പിക്കുന്നതിൽ നീ എന്നെ ഉത്സാഹിപ്പിച്ചിരിക്കുന്നു. എനിക്ക് ഭഗവാന്റെ വീര്യത്തെ വർണ്ണിക്കുവാൻ സംഗതി വരുത്തിയ ഈ പ്രശ്നത്താൽ അഥവാ ഈ ചോദ്യത്താൽ നീ എൻ്റെ നേരെ കാരുണ്യത്തെ പ്രകാശിപ്പിച്ചതായി ഞാൻ വിചാരിക്കുന്നു എന്ന് സാരം. ശ്ലോകം 10. നാനൃതം തവ തച്ഛാപി യഥാമം പ്രബ്രവീഷി ഭോ അവിജ്ഞായ പരം മത്ത ഏതാവത്വം യതോ ഹി മേ. ഭോ, ഹേ വത്സ, മാം എന്നെ യഥാ ഏതുവിധം പ്രബ്രവീഷി പ്രകർഷേണ പറയുന്നു, തവ നിന്റെ, തൽ ച അപി അതും, ന അനൃതം കളവല്ല, മേ എനിക്ക് ഏതാവത്വം അത്രത്തോളം പ്രഭാവം, ഏതാവത്വം അത്രത്തോളം പ്രഭാവം, അസ്തി ഉണ്ട്, യതഃ എന്നാൽ, മത്തഃ എന്നിൽ നിന്ന്, പരം ഉത്കൃഷ്ടനെ, അവിജ്ഞായ അറിയാതെ കണ്ട്, പ്രബ്രവീഷി നീ പറയുന്നു. അവിജ്ഞായ അറിയാതെ കണ്ട്, ബ്രവീഷി നീ പറയുന്നു. ഹേ വത്സ, നീ എന്നെ ഈശ്വരനാണെന്ന് കരുതി പറഞ്ഞതും അത്യന്തം അസത്യമല്ല. എന്തുകൊണ്ടെന്നാൽ യാതൊരു പരമപുരുഷൻ നിമിത്തം എനിക്ക് ഇത്രത്തോളം പ്രാഭവം സിദ്ധിച്ചിരിക്കുന്നുവോ അവനെ അറിയാത്തതുകൊണ്ടുള്ള നിന്റെ ഈ വചനം ബുദ്ധിപൂർവം പറയുന്നതായ അസത്യവാക്കല്ല, ഭ്രാന്തി നിമിത്തം പുറപ്പെട്ടതു മാത്രമാകുന്നു. ശ്ലോകം 11. യേന സ്വരോജിഷാ വിശ്വം രോചിതം രോചയാമ്യഹം യഥാർക്കോഗ്നി യഥാ സോമോ യഥർക്ഷഗ്രഹതാരകാഃ. യേന യാതൊരുത്തനാൽ, സ്വരോജിഷ സ്വകാന്തിയാൽ, രോചിതം പ്രകാശിപ്പിക്കപ്പെട്ട, വിശ്വം ലോകത്തെ, അർക്ക യഥാ സൂര്യനെ പോലെ, സോമ യഥാ ചന്ദ്രനെ പോലെ, ഋക്ഷഗ്രഹതാരകാഃ യഥാ ഋക്ഷകൾ, ഗ്രഹങ്ങൾ, താരകങ്ങൾ എന്നിവ പോലെ, അഹം ഞാൻ, രോചയാമി പ്രകാശിപ്പിക്കുന്നേൻ. എന്നാൽ ആ പരമപുരുഷൻ ആരെന്നുള്ള ആകാംക്ഷയ്ക്ക് ആ ദേവനെ നമസ്കരിച്ചുകൊണ്ട് ഉത്തരം പറയുന്നു. യാതൊരു ദേവനാൽ സ്വപ്രകാശത്താൽ ആദ്യമായി പ്രകാശിപ്പിക്കപ്പെട്ടതായ ഈ ലോകത്തെ അശ്വതി, ഭരണി, കാർത്തിക മുതലായ 27 നക്ഷത്രങ്ങൾ, സൂര്യാദി ഗ്രഹങ്ങൾ, ഇതര നക്ഷത്രങ്ങൾ എന്നിവ ചൈതന്യപ്രകാശിത വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നത് പോലെ ഞാൻ സൃഷ്ടി വ്യാപാരത്താൽ പ്രകാശിപ്പിക്കുന്നു. സ്വപ്രകാശത്താൽ സ്വയമേവ പ്രകാശിപ്പിച്ചുകൊണ്ട് സ്വയമേവ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ പരമപുരുഷനെ സൂര്യാദി ഗ്രഹങ്ങൾ ഒന്നും പ്രകാശിപ്പിക്കുന്നില്ല എന്നു തന്നെയല്ല, ആ സ്വപ്രകാശരൂപനായ പരമാത്മാവിൻ്റെ പ്രഭ കൊണ്ടാണ് സൂര്യാദികൾ പ്രകാശിക്കുന്നത്. നയത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തമനുഭാതി സർവം തസ്യാ ഭാസ സർവമിതം വിഭാതി. അവിടെ സൂര്യൻ പ്രകാശിക്കുന്നില്ല, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മിന്നലുകൾ, അഗ്നി എന്നിവയും പ്രകാശിക്കുന്നില്ല. ഇവ സകലവും സ്വപ്രകാശരൂപനായ അവന്റെ പ്രകാശത്തെ അവലംബിച്ചു വിളങ്ങുന്നു. ആ പരമപുരുഷന്റെ പ്രകാശം കൊണ്ട് സർവലോകവും പ്രകാശിക്കുന്നു
എന്നർത്ഥമായ ശ്രുതി ആണ് ഇവിടെ പ്രമാണം. ശ്ലോകം 12. തസ്മൈ നമോ ഭഗവതേ വാസുദേവായ ധീമഹി യന്മായയാ ദുർജയയാ മാം ബ്രുവന്തി ജഗദ്ഗുരും. ദുർജയയാ ജയിക്കുവാൻ പ്രയാസമുള്ളതായ യന്മായയാ യാതൊരുത്തന്റെ മായ നിമിത്തം മാം എന്നെ ജഗദ്ഗുരും ലോകഗുരുവെന്ന് ബ്രുവന്തി പറയുന്നുവോ. ഭഗവതേ ഭഗവാനും വാസുദേവായ വാസുദേവനുമായ തസ്മൈ അവനായിക്കൊണ്ട് നമഃ നമസ്സിനെ നമഃ നമസ്സിനെ ധീമഹി മനസാ ചെയ്യുന്നേൻ. നീയും എന്നെപ്പോലെയുള്ള മറ്റുള്ളവരും ജയിപ്പാൻ കഴിയാത്തതായ യാതൊരുത്തൻ്റെ മായയാൽ മോഹിതന്മാരായിട്ട് എന്നെ ലോകകാരണമെന്ന് പറയുന്നുവോ. ഭഗവാനായ ആ വാസുദേവനായിക്കൊണ്ട് മനസാ നമസ്കാരം ചെയ്യുന്നേ. ശ്ലോകം 13. വിലജ്ജമാനയായസ്യ സ്ഥാതുമീക്ഷാപഥേ മുയാ വിമോഹിതാ വിഗർദ്ധന്തേ മമാഹമിതി ദുർധിയ. യസ്യ യാതൊരുവന്റെ ഈക്ഷാപഥേ കണ്ണിനു മുമ്പിൽ സ്ഥാതും നിൽപ്പാനായിക്കൊണ്ട് വിലജ്ജമാനയാ ലജ്ജിച്ചുകൊണ്ടിരിക്കുന്ന അമുയ ഇവളാൽ വിമോഹിതാഹ മോഹിപ്പിക്കപ്പെട്ട ദുർധിയ ദുർബുദ്ധികൾ മമ എൻ്റേത് അഹം ഞാൻ ഇതി എന്ന് വിഗദ്ധന്തേ വിഗദ്ധനം ചെയ്യുന്നു. ആ ഭഗവാന്റെ കണ്ണുകൾക്ക് മുമ്പാകെ നിൽക്കാൻ ലജ്ജിക്കുന്ന ആ മായയാൽ മോഹിപ്പിക്കപ്പെട്ട ദുർബുദ്ധികൾ എൻ്റേതെന്നും ഞാനെന്നും ശ്ലാഘിച്ചു പറയുന്നു. ആ മായയുടെ കാപട്യം ഭഗവാൻ മാത്രമറിയും. അതിനാൽ ഭഗവാന്റെ മുന്നിൽ ചെല്ലുവാൻ ലജ്ജിക്കയാണെന്ന് സാരം. ഈശ്വരം ആത്മജ്ഞാനിനം ച മുക്ത്വാ സർവാനപി മോഹയത്യേഷാമായ. ഈശ്വരനെയും ഈശ്വരസ്വരൂപനായ ആത്മാവിനെയും അറിഞ്ഞവനെ ഒഴിച്ച് മറ്റുള്ളവരെ എല്ലാം മായ മോഹിപ്പിക്കുന്നുവെന്നുള്ള വേദാന്ത സാരത്തെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഇതിനാൽ ഈശ്വരൻ ഏതുവിധമുള്ളവൻ എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ശ്ലോകം 14. ദ്രവ്യം കർമ്മ ച കാലശ്ച സ്വഭാവോ ജീവ ഏവ ച വാസുദേവാത് പരോ ബ്രഹ്മൻ ന ചാന്യോർത്ഥോസ്തി തത്വത. ദ്രവ്യം പദാർത്ഥവും കർമ്മ ച പ്രവൃത്തിയും കാലഹ ച കാലവും സ്വഭാവ പ്രകൃതിയും ജീവ ഏവ ച ജീവനും അന്യ അർത്ഥ അന്യമായ യാതൊരു വസ്തുവും ബ്രഹ്മൻ ബ്രഹ്മജ്ഞ തത്വത വാസുദേവാൽ സത്യവസ്തുവായ വാസുദേവനിൽ നിന്ന് പരഹ നാസ്തി വേറിട്ടതായിട്ടില്ല. തന്നെ കൂടാതെ അന്യമായ ഒരു പരമേശ്വരനുണ്ടെന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഈ ലോകത്തിന് അധിഷ്ഠാനം ആരാണെന്ന് തുടങ്ങിയ 9 ചോദ്യത്തിന് അവൻ തന്നെ അധിഷ്ഠാനം എന്നുത്തരം പറയാൻ വേണ്ടി അവനിൽ നിന്ന് അന്യമായിട്ട് യാതൊന്നുമില്ലെന്ന് ഉറപ്പിക്കുന്നു. ഹേ നാരദ, ലോകസൃഷ്ടിക്ക് ഉപാദാനദ്രവ്യങ്ങളായ മഹാഭൂതങ്ങൾ, ജന്മാദികൾക്ക് കാരണമായ കർമ്മം, കർമ്മങ്ങൾക്ക് ഫലങ്ങളെ കൊടുപ്പാനുള്ള ശക്തിയുടെ പരിപക്വാവസ്ഥാരൂപമായ കാലം, ആ കർമ്മത്തിൻ്റെ പരിണാമത്തിന് ഹേതുവായ സ്വഭാവം, അതിനാലുണ്ടാകുന്ന സുഖദുഃഖാദി ഫലങ്ങളെ അനുഭവിക്കുന്ന ജീവൻ എന്നിവയെല്ലാം ഭഗവാൻ വാസുദേവൻ തന്നെ.
പരമാർത്ഥത്തിൽ വാസുദേവനെ കൂടാതെ അന്യമായ വസ്തു യാതൊന്നുമില്ല. സത്യത്തെ ആശ്രയിച്ചല്ലാതെ അസത്യത്തിന് നിൽപ്പാൻ കഴിയുകയില്ല. സത്യസ്വരൂപനായ വാസുദേവനെ അവലംബിച്ചുകൊണ്ട് മഹാഭൂതാദികൾ സത്യമെന്നതുപോലെ വിളങ്ങുന്നുവെന്ന് സാരം. ശ്ലോകം 15-16. നാരായണ പരാവേദ ദേവാ നാരായണംശജാഃ നാരായണ പരാലോക നാരായണ പരാമഘാഃ നാരായണ പരോ യോഗോ നാരായണ പരം തപഃ നാരായണ പരം ജ്ഞാനം നാരായണ പരാഗതിഃ. വേദാഃ വേദങ്ങൾ നാരായണ പരാഃ നാരായണനെ ആശ്രയിച്ചവ. ദേവാഃ ദേവന്മാർ നാരായണാംശജാഃ നാരായണന്റെ അംശത്തിൽ നിന്ന് ജനിച്ചവർ. ലോകാഃ ലോകങ്ങൾ നാരായണപരാഃ നാരായണനെ ആശ്രയിച്ചുണ്ടായവ. മഖാഃ യാഗങ്ങൾ നാരായണപരാഃ നാരായണനെ ആരാധിപ്പാനുള്ളവ. യോഗഃ യോഗം നാരായണപരഃ നാരായണനെ അറിയുവാനുള്ള വഴി. തപഃ തപസ് നാരായണപരം നാരായണനെ ആശ്രയിച്ചുണ്ടായ കർമ്മം. ജ്ഞാനം അറിവ് നാരായണപരം നാരായണനെ ആശ്രയിച്ചുള്ളത്. ഗതിഹി പ്രാപ്യസ്ഥാനം നാരായണപരാ നാരായണനെ ആശ്രയിച്ചിരിക്കുന്നത്. വേദങ്ങൾ ശ്രീനാരായണ തത്വത്തെ പ്രകാശിപ്പിക്കുന്നവയാവുകയാൽ നാരായണ സംബന്ധികളാണ്. ദേവന്മാർ ശ്രീനാരായണന്റെ അംശത്തിൽ നിന്നുണ്ടായവർ. സ്വർഗാദി ലോകങ്ങൾ നാരായണനെ സംബന്ധിച്ചവ. യാഗങ്ങൾ നാരായണന് ചേർന്നവ. യോഗവും നാരായണനെ അറിയുവാനുള്ള ഒരുവിധം മാർഗം. യോഗ സാധ്യമായതും ചിത്തത്തിൻ്റെ ഏകാഗ്ര സ്വരൂപമായ തപസ്സും നാരായണ സംബന്ധി. അതിനാൽ സാധിക്കാത്തതായ ജ്ഞാനവും നാരായണപരം. ജ്ഞാനത്തിൻ്റെ ഫലമായ ഗതിയും നാരായണനെ സംബന്ധിച്ചത്. അതിനാൽ എല്ലാം നാരായണാധീനമെന്ന് സാരം. ശ്ലോകം 17. തസ്യാപി ദ്രഷ്ടുരീശസ്യ കൂടസ്ഥസ്യാഖിലാത്മന സൃജ്യം സൃജാമി സൃഷ്ടോഹം ഈക്ഷയൈവാഭിചോദിത. സൃഷ്ട സൃഷ്ടിക്കപ്പെട്ട, അഹം ഞാൻ, ദ്രഷ്ടു കാണുന്നവനും, കൂടസ്ഥസ്യ കൂടസ്ഥനും, ഈശസ്യ ഈശ്വരനും, അഖിലാത്മന സർവാത്മാവുമായ തസ്യ അവൻ്റെ, ഈക്ഷയ കടാക്ഷത്താൽ, അഭിചോദിത പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ട്, സൃജ്യം സൃഷ്ടിക്കപ്പെടുവാൻ യോഗ്യമായതിനെ സൃജാമി സൃഷ്ടിക്കുന്നേൻ. സൃജ്യം എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെടുവാൻ യോഗ്യമായതിനെ സൃജാമി സൃഷ്ടിക്കുന്നേൻ. ആ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ സർവസ്വരൂപനും എല്ലാറ്റിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന നിർവികാര സ്വരൂപനും ഈശ്വരനുമായ അവൻ്റെ കടാക്ഷത്താൽ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ട് ആ പരമപുരുഷൻ സൃഷ്ടിക്കേണ്ടതായ പ്രപഞ്ചത്തെ ഞാൻ അവൻ്റെ ആജ്ഞാനുസരണം സൃഷ്ടിക്കുന്നേൻ. ശ്ലോകം 18. സത്വം രജസ്തമൈതി നിർഗുണസ്യ ഗുണാസ്ത്രയ സ്ഥിതി സർഗനിരോധേഷു ഗൃഹീതാ മായയാ വിഭോ. വിഭോ വിഭോ വിഭുവായിരിക്കുന്നവൻ്റെ മായയാ മായ കൊണ്ട്, നിർഗുണസ്യ ഗുണരഹിതനാണെങ്കിലും, സ്ഥിതി സർഗനിരോധേഷു രക്ഷാസൃഷ്ടി സംഹാരം ഇവയിൽ സത്വം രജഃ തമഃ ഇതി സത്വരജസ്തമസ്സുകൾ എന്ന ത്രയഃ ഗുണാഃ 3 ഗുണങ്ങൾ ഗൃഹീത്വാഃ ഗ്രഹിക്കപ്പെട്ടവയായിരിക്കുന്നു. പ്രേരിപ്പിക്കുന്ന ഈശ്വരൻ എന്നും പ്രേരിപ്പിക്കപ്പെടുവാൻ യോഗ്യനായ ജീവൻ എന്നുമുള്ള
ഭേദകൽപ്പന എങ്ങനെ ഉണ്ടായി എന്ന് 3 ശ്ലോകം കൊണ്ട് കാണിക്കുന്നു. എല്ലാറ്റിനും സമർത്ഥനായ ഈശ്വരൻ ഗുണസംബന്ധമില്ലാത്തവനാണെങ്കിലും സൃഷ്ടിസ്ഥിതി സംഹാരകാര്യങ്ങളെ നടത്തുവാനായിട്ട് സത്വരജസ്തമസ്സുകളെന്ന 3 ഗുണങ്ങളെ മായയാൽ സ്വീകരിച്ചിരിക്കുന്നു. ശ്ലോകം 19. കാര്യകാരണകർത്തൃത്വേ ദ്രവ്യജ്ഞാനക്രിയാശ്രയാഃ ബധ്നന്തി നിത്യതാമുക്തം മായിനം പുരുഷം ഗുണാഃ. ദ്രവ്യജ്ഞാനക്രിയാശ്രയാഃ, ദ്രവ്യങ്ങളായ മഹാഭൂതങ്ങൾ, ജ്ഞാനസ്വരൂപന്മാരായ ദേവന്മാർ, അധിഷ്ഠാന ദേവതകൾ, ദ്രവ്യജ്ഞാനക്രിയാശ്രയാഃ, ദ്രവ്യങ്ങളായ മഹാഭൂതങ്ങൾ, ജ്ഞാനസ്വരൂപന്മാരായ ദേവന്മാർ, ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ, ക്രിയാരൂപങ്ങളായ ഇന്ദ്രിയങ്ങൾ, ഇവയ്ക്ക് ആശ്രയങ്ങളായ ഗുണാഹ 3 ഗുണങ്ങൾ, നിത്യത എപ്പോഴും മുക്തനായിരിക്കുന്നുവെങ്കിലും മായിനം മായാസംബന്ധത്തോടുകൂടിയ പുരുഷനെ ജീവനെ ബധ്നന്തി ബന്ധിക്കുന്നു. മഹാഭൂതങ്ങൾ, ദേവതകൾ, ഇന്ദ്രിയങ്ങൾ ഇവയ്ക്ക് കാരണമായിരിക്കുന്ന ഈ 3 ഗുണങ്ങളും മായാതീതനായ പരമാത്മാവ് എപ്പോഴും മുക്തനാണെന്നിരിക്കലും ആ മായ ജീവനെ ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്ന 3 താപങ്ങളിൽ അകപ്പെടുത്തി ബന്ധിക്കുന്നു. ശ്ലോകം 20. സയേഷ ഭഗവൻ ലിംഗൈഃ ത്രിഭിരേഭിരഥോക്ഷജ സ്വലക്ഷിതഗതിർബ്രഹ്മൻ സർവേഷാം മമ ചേശ്വര. അധോക്ഷജ, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്ത, സഹ ഏഷ ഭഗവാൻ, ഈ ഭഗവാൻ, ഏഭി ത്രിഭി ലിംഗൈഃ, ഈ 3 ഗുണങ്ങളാകുന്ന അടയാളങ്ങളോടുകൂടെ, സ്വലക്ഷിതഗതി, സ്വകീയന്മാരാൽ അറിയപ്പെട്ട തത്വങ്ങളോടുകൂടിയവനായിട്ട് ഭവിക്കുന്നു. ബ്രഹ്മൻ, ഹേ നാരദ, സ അവൻ, സർവേഷാം എല്ലാവർക്കും, മമച്ച എനിക്കും, ഈശ്വരൻ. ഹേ നാരദ, അത്ര മഹിമയുള്ളവനും ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തവനുമായ ഈ ഭഗവാൻ ഈ 3 ഗുണങ്ങളാകുന്ന ഉപാധികളോടുകൂടെ ഭക്തന്മാരാൽ അറിയപ്പെട്ട തത്വത്തോടുകൂടിയവനായിരിക്കുന്നു. ആ ഈശ്വരൻ എല്ലാവർക്കും എനിക്കും നിയന്താവാകുന്നു. ശ്ലോകം 21. കാലം കർമ്മസ്വഭാവം ച മായേശോ മായയാ സ്വയാ ആത്മന്യദൃച്ഛയാ പ്രാപ്തം വിഭുഭൂഷുരുപാദതേ. മായേശ, മായാധിപതി, സ്വയാ മായയാ, സ്വമായയാൽ, വിഭുഭൂഷു, വിവിധ രൂപങ്ങളായി ഭവിക്കാൻ ഇച്ഛിക്കുന്നവനായിട്ട്, ആത്മൻ, തന്നിൽ എതിർച്ഛയാ പ്രയത്നം കൂടാതെ തന്നെ പ്രാപ്തം വന്നു ചേർന്നതായ കാലം, കാലത്തെയും, കർമ്മത്തെയും, സ്വഭാവം ച സ്വഭാവത്തെയും, ഉപാദതേ സ്വീകരിച്ചു. മായേശ, ആത്മൻ, മായാധിപതിയായ ഈശ്വരൻ എന്നും അന്വയിക്കാം. ഈശ്വരൻ ഏതുവിധം ലോകത്തെ സൃഷ്ടിക്കുന്നുവെന്ന് കാണിക്കുന്നു. മായയ്ക്കും അധിപതിയായ ഭഗവാൻ തൻ്റെ പ്രവൃത്തിയൊന്നും കൂടാതെ തന്നെ തന്നിൽ വന്നു ചേർന്നതായ കാലത്തെയും, കർമ്മത്തെയും, സ്വഭാവത്തെയും തന്നിൽ തന്നെ അടങ്ങിയിരിക്കുന്ന മായയാൽ പലവിധമായി ഭവിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി സ്വീകരിച്ചു. മായയിൽ അടങ്ങിയ 3 ഗുണങ്ങൾ സമതയെ വെടിഞ്ഞു ക്ഷോഭിക്കുന്നതിനുള്ള കാരണം യാതൊന്നോ അതിനെ കാലതത്വമെന്നും, ആ മായയിൽ ലയിച്ചിരിക്കുന്ന ജീവാദൃഷ്ടത്തെ കർമ്മമെന്നും, മായാ മഹത്തത്വം, അഹങ്കാരം എന്നിവയുടെ പരിണാമഹേതുവിനെ സ്വഭാവമെന്നും പറയുന്നു. ഈശ്വരന്റെ സൃഷ്ടിക്ക് ആദി കാരണം ഈ കാലം, കർമ്മം, സ്വഭാവം എന്ന 3 തത്വങ്ങളാണെന്ന് സാരം. ശ്ലോകം 22. കാലാത് ഗുണവ്യതികര പരിണാമ സ്വഭാവത കർമ്മണോ ജന്മമഹത
പുരുഷാധിഷ്ഠിതാത് അഭൂത്. പുരുഷാധിഷ്ഠിതാത് ഈശ്വരനാൽ അധിവസിക്കപ്പെട്ട കാലാൽ കാലത്തിൽ നിന്ന് ഗുണവ്യതികര ഗുണങ്ങളുടെ ക്ഷോഭവും സ്വഭാവത്തിൽ നിന്ന് പരിണാമ ഒരു രൂപം വിട്ട് അന്യരൂപത്തെ സ്വീകരിക്കുക എന്നതും കർമ്മത്തിൽ നിന്ന് മഹത്തത്വത്തിന്റെ ജന്മ ഉൽപ്പത്തിയും ഭവിക്കുന്നു. ഈശ്വരനാൽ സ്വീകരിക്കപ്പെട്ട കാലത്തിൽ നിന്ന് സത്വാദി ഗുണങ്ങളുടെ സമതയെ വെടിഞ്ഞ് ഒന്ന് മറ്റൊന്നിനെ അതിക്രമിക്കുന്നതായ ക്ഷോഭവും സ്വഭാവത്തിൽ നിന്ന് ഒന്നു തൻ്റെ രൂപത്തെ വെടിഞ്ഞ് അന്യരൂപത്തെ സ്വീകരിക്കുന്നതായ പരിണാമവും കർമ്മത്തിൽ നിന്ന് മഹത്തത്വത്തിൻ്റെ ഉൽപ്പത്തിയും ഉണ്ടാകുന്നു. ഇത്രയും ശ്ലോകങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. അടുത്ത പാഠഭാഗത്തിലൂടെ നമുക്ക് 23 വരെ മുതലുള്ള ശ്ലോകങ്ങൾ പഠിക്കാം. ഏവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം മേൽക്കുമേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.